ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആസ്പയർ എഡ്യൂ ടിപ്സ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 2 ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് എന്നുള്ളതാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. ഒപ്പം എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്കിപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഡൈജഷൻ എന്താണെന്ന് പറഞ്ഞു, പാർട്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം പറഞ്ഞു, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോയി. അപ്പം മൗത്തിൽ എങ്ങനെയാണ് ഡൈജഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്തും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്തു. നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത് സ്റ്റൊമക്കാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്ത്സിൻ്റെ സഹായത്താൽ നമ്മൾ ആഹാരത്തിന് എന്ത് ചെയ്യും, കോംപ്ലക്സ് ആയ ഫുഡ് മെറ്റീരിയൽസിനെ ചെറു കണികകളാക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ആക്കപ്പെട്ട ഫുഡിനെ എവിടേക്ക് എത്തണം, ആമാശയത്തിലേക്ക് എത്തണം. നേരിട്ടങ്ങ് ആമാശയത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്? അല്ല, ഒരു കുഴൽ പോലുള്ളൊരു സ്ട്രക്ചറുണ്ട് ഏതിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, നമ്മുടെ മൗത്തിനെയും നമ്മുടെ സ്റ്റൊമക്ക് അഥവാ ആമാശയത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു നീണ്ട കുഴലുണ്ട്. ആ കുഴലിനെ പറയുന്ന പേരാണ് ഈസോഫാഗസ് എന്ന്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഒരു പുതിയ വാക്കാണ് പെരിസ്റ്റാൾസിസ്. അതായത് നമ്മൾ മൗത്തിൽ വെച്ച് ചവച്ചരച്ച് കഴിക്കുന്ന ആഹാരം ആമാശയത്തിലേക്ക് എത്തപ്പെടുന്നത് ഒരു നീണ്ട കുഴലായിട്ടുള്ള ഈസോഫാഗസ് വഴിയാണെന്ന് പറഞ്ഞില്ലേ. ഈ ഈസോഫാഗസിലൂടെ ഈ ആഹാരം മൂവ് ചെയ്യുന്നത് ഒരു തരംഗ രൂപത്തിലാണ്, അല്ലെങ്കിൽ ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റിലൂടെയാണ് ഈ ആഹാരം ഈസോഫാഗസ് വഴി ആമാശയത്തിലേക്ക് അഥവാ സ്റ്റൊമക്കിലേക്ക് എത്തപ്പെടുന്നത്. ഈ വേവ് ലൈക്ക് മൂവ്മെൻറ്റ് അഥവാ തരംഗ രൂപത്തിലുള്ള ചലനത്തെ പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. വേവ് ലൈക്ക് മൂവ്മെൻ്റ് ആയിട്ടുള്ള പെരിസ്റ്റാൾസിസ് ഈസോഫാഗസിൽ മാത്രമല്ല നടക്കുന്നത്, മറിച്ച് സ്റ്റൊമക്കിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലും നടക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൊമക്ക് എന്ന് പറയുന്ന പാർട്ടിൻ്റെ സ്പെസിഫിക് ഫംഗ്ഷനിലേക്ക് പോകാം. നമ്മളപ്പോൾ ടീത്തിൻ്റെ സഹായത്തോടു കൂടി ചവച്ചരച്ച് ഫുഡ് സ്വാലോ ചെയ്ത് വിഴുങ്ങി ഈ നീണ്ട കുഴലായിട്ട് ഈസോഫാഗസ് വഴി ഇപ്പോൾ സ്റ്റൊമക്കിലെത്തി നിൽക്കുകയാണ്. ഇനി സ്റ്റൊമക്കിൽ എന്താ നടക്കുന്നത് നോക്കിയേ. ദ സ്ട്രോങ് പെരിസ്റ്റാൾസിസ് ഇൻ ദ സ്റ്റൊമക്ക് കൺവേർട്ട് ഫുഡ് ഇൻ ടു എ പേസ്റ്റ് ഫോം. ആമാശയത്തിനകത്ത് നടക്കുന്ന പെരിസ്റ്റാൾസിസ് അഥവാ തരംഗ രൂപത്തിലുള്ള ചലനം എന്ത് ചെയ്യുന്നു, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ ഒരു പേസ്റ്റിൻ്റെ രൂപത്തിലേക്കാക്കി മാറ്റുന്നു. തന്നിരിക്കുന്ന സ്റ്റൊമക്കിൻ്റെ പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിലെ ജെ എന്ന് പറയുന്ന ആൽഫബറ്റിനോട് സിമിലറായിട്ടാണ് ഈ സ്റ്റൊമക്ക് അഥവാ ആമാശയത്തെ തോന്നിക്കുന്നത്. ആ ജെയുടെ ആ ഒരു കർവ് പോലെ വരുന്ന ആ എൻഡിങ് അവിടെ കണ്ടോ, സർക്കുലർ മസിൽ എന്ന് ലേബിൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആമാശയത്തിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക മസിലാണ് ഇത്, സർക്കുലർ മസിൽ, ഒരു വൃത്താകൃതിയിലുള്ള മസിലാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഈ സ്റ്റൊമക്കിനകത്തുള്ള സർക്കുലർ മസിലിൻ്റെ ഫങ്ഷൻ അഥവാ ധർമ്മം എന്ന് പറയുന്നത് റീറ്റെയിൻ ഫുഡ് ഇൻ ദ സ്റ്റൊമക്ക് ഫോർ ആമ്പിൾ ടൈം, കുറച്ച് സമയത്തേക്ക് ആ പേസ്റ്റ് ഫോമിലേക്കാക്കി മാറ്റപ്പെട്ട ആഹാരത്തെ നിലനിർത്തുക എന്നുള്ളതാണ് സർക്കുലർ മസിലിൻ്റെ ഫങ്ഷൻ. സ്റ്റൊമക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്കടുത്ത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ അഥവാ ചെറുകുടലിലേക്ക് പോകാം. Small intestine. Mechanical process in the small intestine such as peristalsis and segmentation help to facilitate the movement of food and mix food with the digestive juices. സ്മോൾ ഇൻറ്റസ്റ്റൈൻ അഥവാ ചെറുകുടലിൽ നടക്കുന്ന മെക്കാനിക്കൽ പ്രോസസ്സ് അല്ലെങ്കിൽ യാന്ത്രിക പ്രവർത്തനങ്ങളാണ് ഏതൊക്കെ, പെരിസ്റ്റാൾസിസും സെഗ്മെൻറ്റേഷനും. പെരിസ്റ്റാൾസിസ് എന്താണെന്ന് പറഞ്ഞു, ഈ ആമാശയത്തിൽ നിന്നും ചെറുകുടലിലേക്ക് എത്തുന്ന ആഹാരം ഏത് രീതിയിൽ പോകുന്നു, ഒരു തരംഗ രൂപേണ അല്ലെങ്കിൽ വേവ് ലൈക്ക് മൂവ്മെൻറ്റിലൂടെ പോകുന്നു. അതാണ് പെരിസ്റ്റാൾസിസ്. അപ്പോൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ കാണിക്കുന്ന ഒരു മെക്കാനിക്കൽ പ്രോസസ്സാണ്. രണ്ടാമതാണ് സെഗ്മെൻറ്റേഷൻ. ആ സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞ് കാണിച്ചൊരു ഫിഗർ നോക്കിക്കേ. നമ്മുടെ ചെറുകുടലിനൊരു പ്രത്യേകതയുണ്ട്, കെട്ടുപിണഞ്ഞ് ചുരുണ്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ സെഗ്മെൻറ്റായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഇതെന്തിനെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്, ഹെൽപ്പ് ടു ഫെസിലിറ്റേറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ഫുഡ്. ആഹാരത്തിൻ്റെ ചലനത്തിനും ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നല്ലേ ആഹാരം എങ്ങോട്ടേക്ക് പോകുന്നത്, വൻകുടൽ അഥവാ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക്. അപ്പോൾ ഈ ആഹാരത്തിൻ്റെ പേസ്റ്റ് ഫോമിലുള്ള ആഹാരത്തിന് കറക്റ്റായിട്ടുള്ള ചലനത്തിന് ആര് സഹായിക്കുന്നുണ്ട്, ഈ തരംഗ രൂപത്തിലുള്ള ചലനമായ പെരിസ്റ്റാൾസിസും സെഗ്മെൻറ്റേഷനും സഹായിക്കുന്നുണ്ട്. ഒപ്പം മറ്റൊരു ഫംഗ്ഷൻ കൂടിയുണ്ട്, എന്താ അത്, മിക്സ് ഫുഡ് വിത്ത് ഡൈജസ്റ്റീവ് ജ്യൂസസ്. ആഹാരം ദഹിക്കണം എന്നുണ്ടെങ്കിൽ ദഹനരസം ആവശ്യമല്ലേ. അപ്പോൾ ഈ ദഹനരസത്തെ കൂടിക്കലരുന്നതിനും ഇവ സഹായിക്കുന്നുണ്ട്. സ്ട്രക്ചർ ഓഫ് ടൂത്ത് കഴിഞ്ഞു. മെക്കാനിക്കൽ ഡൈജഷൻ ഇൻ മൗത്ത്, സ്റ്റൊമക്ക് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഇത്ര നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അറിയേണ്ടത് മൗത്തിലായാലും ബാക്കിയുള്ള സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്നീ പാർട്ടുകളിലൊക്കെ ഡൈജഷൻ എങ്ങനെ നടക്കുന്നു, ഏതെല്ലാം എൻസൈമുകളുണ്ട്, എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു, ഇങ്ങനെ ഒരു എക്സ്പാൻഡഡ് വേർഷനാണ് നമുക്കിനി നോക്കാനുള്ളത്. നെക്സ്റ്റ് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് സ്വാലോയിങ് അഥവാ വിഴുങ്ങൽ പ്രക്രിയയാണ്. നമ്മൾ വായിൽ വെച്ച് ചവച്ചരച്ച ആഹാരം വിഴുങ്ങൽ പ്രക്രിയ എങ്ങനെ നടക്കുന്നു.
നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് പാർട്സ് ഓഫ് ഡയജസ്റ്റ് സിസ്റ്റവും അതേപോലെ അതിൻ്റെ എക്സ്പാൻഡഡ് വെർഷൻ നോക്കിയിട്ട് ഈ സ്വാലോയിങ് ഉള്ള പ്രൊസീജിയർ സ്പെഷ്യലായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ ഫസ്റ്റ് പാർട്ട് ഓർ ദ ഇനീഷ്യൽ പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് എ ഹ്യൂമൻ ബീങ്, മനുഷ്യൻ്റെ ദഹന പ്രക്രിയ ആരംഭിക്കുന്നത് എവിടെ നിന്ന്? മൗത്തിൽ നിന്ന് അഥവാ വായിൽ നിന്നാണ്. ദ ഡൈജഷൻ ഓഫ് starch begins with the help of salivary amylase of saliva which is produced from the salivary gland. നമ്മുടെ മൗത്തിൽ എന്തുണ്ട്? സലൈവറി ഗ്ലാൻഡ് അഥവാ ഉമിനീർ ഗ്രന്ഥിയുണ്ട്. അപ്പോൾ ഈ ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാണ് സലൈവറി അമിലേസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സലൈവറി അമിലേസിൻ്റെ ഫങ്ഷൻ? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള സ്റ്റാർച്ച് അഥവാ അന്നജത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്ന ഉമിനീരിലെ ഘടകമാണ് ഏത്? സലൈവറി അമിലേസ്. മൗത്തിൻ്റെ ജോലി കഴിഞ്ഞു ആ ഫുഡ് ആ നീണ്ട ട്യൂബായിട്ടുള്ള ഈസോഫാഗസിലേക്ക് പോവുകയാണ്. പെരിസ്റ്റാൾസിസ് മൂവ് ദ ഫുഡ് ഇൻ ടു ദ സ്റ്റൊമക്ക്. നേരത്തെ നമ്മൾ പറഞ്ഞു വേവ് ലൈക്ക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. ഇപ്പം മൗത്തിൽ വെച്ച് ചവച്ചരച്ച ആഹാരം സലൈവറി അമിലേസുമായിട്ടൊക്കെ മിക്സ് ചെയ്തു ദഹനം ആരംഭിക്കുന്നു. അതെങ്ങോട്ടേക്ക് പോകും? ഈസോഫാഗസ് എന്ന് പറയുന്ന നീണ്ട കുഴലിലൂടെ സ്റ്റൊമക്ക് അഥവാ ആമാശയത്തിലേക്ക് എത്തപ്പെടുന്നു. സ്റ്റൊമക്കിലേക്ക് എത്തപ്പെടുമ്പോൾ അവിടെ 3 വാക്കുകൾ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. 1 ഹൈഡ്രോക്ലോറിക് ആസിഡ്, 2 പെപ്സിൻ, 3 ലിപ്പേസ്. ഒന്നാമത് പറഞ്ഞ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇത് ആരുൽപ്പാദിപ്പിക്കുന്നതാണ്? ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്. നമ്മുടെ ഗ്യാസ്ട്രിക് എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ആമാശയവുമായി ബന്ധപ്പെട്ടത് എന്നാണ് ഗ്യാസ്ട്രിക് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ആമാശയവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥി. അപ്പോൾ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യുമെന്നു? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്ത് എന്തെങ്കിലും ജംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കീടാണുക്കളോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം നല്ലതല്ലാത്തതായോ എന്തെങ്കിലും വസ്തുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ അവയെ നശിപ്പിക്കുന്ന ആളാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഒപ്പം നമ്മുടെ ആമാശയത്തിലുള്ള pHനെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആര്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. രണ്ടാമത്തതാണ് പെപ്സിൻ. പെപ്സിൻ്റെ ഫങ്ഷൻ എന്താ? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള പ്രോട്ടീനിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നു. അതായത് ഭാഗികമായിട്ടുള്ള ദഹനമാണ് അവിടെ നടക്കുന്നത്. പെപ്സിൻ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള പ്രോട്ടീനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. മൂന്നാമത്തെ ഫാക്ടറാണ് ലിപ്പേസസ്. ലിപ്പേസസ് എന്തിനാണ് സഹായിക്കുന്നത്? ഹെൽപ്സ് ഇൻ ദ ഡൈജഷൻ ഓഫ് ലിപ്പിഡ്സ്. കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ കഴിക്കത്തില്ലേ, അപ്പോൾ അതിനെ വിഘടിപ്പിക്കണ്ടേ? അങ്ങനെ വിഘടിപ്പിക്കുന്ന ആളാണ് ആമാശയത്തിലുള്ള ലിപ്പേസസ്. ഈ 3 ഫാക്ടർ കൂടാതെ ഇനി ഒന്നുകൂടി വരുന്നുണ്ട്, അതാണ് മ്യൂക്കസ്. മ്യൂക്കസ് അഥവാ ശ്ലേഷ്മം എന്ന് പറഞ്ഞാൽ ഒരു വഴുവഴുപ്പുള്ള ദ്രാവകമാണ്. ഇതെന്തിന് സഹായിക്കുന്നുണ്ട്? നമ്മുടെ സ്റ്റൊമക്ക് അഥവാ ആമാശയത്തിൻ്റെ ഭിത്തി എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ഹൈഡ്രോക്ലോറിക് ആസിഡും പെപ്സിനും ലിപ്പേസസും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്നും ഒക്കെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് പോലുള്ള ആസിഡിൻ്റെ പ്രവർത്തനത്തിൽ നിന്നും സോഫ്റ്റായിട്ടുള്ള ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ആ ഒരു ദൗത്യമാണ് ആര് ചെയ്യുന്നത്? മ്യൂക്കസ്. ഡൈജഷനിൽ ലിവറിനും പാൻക്രിയാസിനും കുറച്ച് റോൾസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ലിവർ ദാറ്റ് പ്രൊഡ്യൂസസ് ബൈൽ. നമ്മുടെ കരൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു വസ്തുവാണ് ബൈൽ എന്ന് പറയുന്നത് അഥവാ പിത്തരസം. ഇത് എവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്ന് വെച്ചാൽ ഗാൽ ബ്ലാഡറിലാണ്. അപ്പോൾ ലിവർ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ബൈൽ. അതെവിടെ സ്റ്റോർ ചെയ്യുന്നു? ഗാൽ ബ്ലാഡർ അഥവാ പിത്താശയത്തിൽ. നിങ്ങൾ ആ പിക്ചർ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. ലിവറിൻ്റെ തൊട്ട് താഴെയൊരു ഗ്രീൻ കളറിലൊരു സ്ട്രക്ചർ കാണുന്നില്ലേ, അതാണ് ഗാൽ ബ്ലാഡർ. അപ്പോൾ ലിവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബൈലിനെ സംഭരിച്ചു വയ്ക്കുന്ന ആളാണ് ആര്? ഗാൽ ബ്ലാഡർ. എൻസൈംസ് ആർ ആബ്സെൻറ്റ് ഇൻ ദ ബൈൽ. യാതൊരു തരത്തിലുള്ള എൻസൈമുകളും എവിടെയില്ല, ഈ ബൈൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇനി ഇതെങ്ങോട്ടേക്ക് എത്തുമെന്നാണ് പറയുന്നത്? ഇറ്റ് റീച്ചസ് ദ ഡിയോഡിനം ആൻഡ് കൺവേർട്ട് ദ ഫാറ്റ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾ ആൻഡ് റെഗുലേറ്റ് pH. അതായത് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബൈൽ സ്റ്റോർ ചെയ്യുന്ന ഗാൽ ബ്ലാഡറിലാണെന്ന് പറഞ്ഞു. പിന്നീട് ഡിയോഡിനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ചെറുകുടലിൻ്റെ ആദ്യത്തെ ഭാഗം അഥവാ ഇനിഷ്യൽ പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് ഡിയോഡിനം. അപ്പം ഡിയോഡിനത്തിലേക്ക് എത്തുകയും ഒപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്തുള്ള ഫാറ്റ് കൊഴുപ്പിനെ ചെറിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുകയും ഒപ്പം അവിടുത്തെ pHനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇതാണ് അവരുടെ ഫങ്ഷൻ. അപ്പോൾ ലിവറിൻ്റെ കാര്യം ഒന്നുകൂടെ നോക്കാം. ലിവർ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ബൈൽ. എവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു? ലിവറിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഗ്രീൻ ടൈപ്പ് ഗ്ലാൻഡ് ഗാൽ ബ്ലാഡർ അഥവാ പിത്താശയത്തിലാണ് അത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് എൻസൈമുകളൊന്നും എവിടെയില്ല,
ഈ പറയുന്ന ലിവറിൽ ബൈലിനകത്തില്ല. ഒപ്പം ഇത് ഡിയോഡിനം അവിടേക്ക് എത്തുകയും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള ഫാറ്റിനെ ചെറിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റി അവിടുത്തെ pHനെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തത് പാൻക്രിയാസ് ആണ്. അപ്പോൾ പാൻക്രിയാസ് എന്ത് ചെയ്യും? പ്രൊഡ്യൂസസ് പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ദഹനരസങ്ങളെയാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതും എവിടേക്ക് തന്നെ എത്തുന്നുണ്ട്? ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമായ ഡിയോഡിനത്തിലേക്ക് എത്തുകയും ഡൈജഷൻ അഥവാ ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 പേരുകളുണ്ട്: പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, ലിപ്പേസസ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ നോക്കാം. പാൻക്രിയാസിൽ പ്രധാനമായും കാണപ്പെടുന്ന 3 കാര്യങ്ങളാണ് ഏതൊക്കെ? പാൻക്രിയാറ്റിക് അമിലേസും ട്രിപ്സിനും ലിപ്പേസസും. പാൻക്രിയാറ്റിക് അമിലേസ് ഇതെന്ത് ചെയ്യും? ഇറ്റ് പാർഷ്യലി ഡൈജസ്റ്റ് ദ സ്റ്റാർച്ച്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള അന്നജത്തെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്ന ആളാണ് ആര്? പാൻക്രിയാറ്റിക് അമിലേസ്. നമ്മൾ മുമ്പ് മൗത്തിൻ്റെ കാര്യം പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞു സലൈവറി അമിലേസ് എന്ന്. അപ്പോൾ സലൈവറി അമിലേസ് എന്താ ചെയ്യുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള സ്റ്റാർച്ച് അഥവാ അന്നജത്തെ ചെറു ഘടകങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്. അതേപോലെ ആ ആഹാരം പാൻക്രിയാസിലേക്ക് എത്തപ്പെടുമ്പോൾ പാൻക്രിയാസിലുള്ള പാൻക്രിയാറ്റിക് അമിലേസ് എന്ത് ചെയ്യും? ആ ഫുഡിനകത്തുള്ള സ്റ്റാർച്ച് അഥവാ അന്നജത്തെ വീണ്ടും ഭാഗികമായിട്ട് ദഹിപ്പിക്കും. അപ്പോൾ ആ പേരും അതിൻ്റെ ഫംഗ്ഷനും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. രണ്ടാമതായിട്ട് ട്രിപ്സിൻ്റെ ഫംഗ്ഷൻ എന്താ? പാർഷ്യലി ഡൈജസ്റ്റ് ദ പ്രോട്ടീൻ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള പ്രോട്ടീൻ അഥവാ ധാന്യങ്ങളെ ദഹിപ്പിക്കുന്ന, അത് എങ്ങനെയാണ്? ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്ന ആളാണ് ട്രിപ്സിൻ എവിടെയാണ് കാണപ്പെടുന്നത്? പാൻക്രിയാസിൽ. ഓർക്കുക, സ്റ്റൊമക്കിൽ പ്രോട്ടീനിനെ ദഹിപ്പിക്കാനുള്ള ആളാണ് പെപ്സിൻ എങ്കിൽ ആ ഫുഡ് പാൻക്രിയാസിലെത്തുമ്പോൾ അവിടെ വെച്ചിട്ട് പ്രോട്ടീനെ ദഹിപ്പിക്കുന്ന ആളാണ് ആര്? ട്രിപ്സിൻ. അപ്പോൾ ട്രിപ്സിൻ പാൻക്രിയാസിലാണ് കാണപ്പെടുന്നത്. മൂന്നാമത്തേതാണ് ലിപ്പേസസ്. ഈ ലിപ്പേസസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കൊഴുപ്പുമായി ബന്ധപ്പെട്ട ഫാക്ടറാണെന്ന് ഓർക്കുക. ലിപ്പേസസ് കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ദ ലിപ്പിഡ് ഇൻറ്റു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോള്. ലിപ്പേസസ് എന്ന് പറയുന്ന വസ്തു എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ശരീരത്തിലേക്ക് എത്തപ്പെടുന്ന ലിപ്പിഡ്, അതായത് കൊഴുപ്പിൻ്റെ ഘടകത്തെ അതിൻ്റെ ചെറിയ ഘടകങ്ങളായിട്ടുള്ള ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട് വിഘടിപ്പിക്കുന്നു. നമ്മൾ ഈ ലിപ്പേസസ് എന്ന് പറയുന്ന വസ്തു സ്റ്റൊമക്കിലും പഠിച്ചു. അപ്പോൾ സ്റ്റൊമക്കിലെത്തിയപ്പോൾ അവിടെ എന്താ ചെയ്തത്? ലിപ്പേസസ് ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ഓഫ് ലിപ്പിഡ്. ഈ പറഞ്ഞ കൊഴുപ്പിൻ്റെ ഫാക്ടറുടെ ലിപ്പിഡിനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്നു എന്നാണ് നമ്മളവിടെ പഠിച്ചത്. പക്ഷേ അവിടെ പൂർണ്ണമായിട്ടും ദഹനം നടന്നോ? ഇല്ല. പകരം അത് പാൻക്രിയാസിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ ലിപ്പേസസിൻ്റെ സഹായത്താൽ പൂർണ്ണമായിട്ടും ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ലിപ്പിഡ് എന്ന് പറയുന്ന ആ ഒരു വലിയ ഘടകത്തെ മുറിച്ച് അതിൻ്റെ ചെറിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുന്നതിനെ, അല്ലെങ്കിൽ ആ ചെറിയ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഫാറ്റി ആസിഡും ഗ്ലിസറോളും എന്ന് പറയുന്നത്. ഡൈജഷൻ്റെ പർപ്പസിന് അതല്ലേ, കോംപ്ലക്സ് ആയിട്ടുള്ള വസ്തുവിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറുതാക്കണം, ശരീരത്തിന് ആവശ്യമുള്ളതിനെ അബ്സോർബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടുത്തെ പാൻക്രിയാസിൻ്റെ റോളും കഴിഞ്ഞു. അടുത്തത് എങ്ങോട്ടേക്ക് വരാണ് ആ ഫുഡ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ അഥവാ ചെറുകുടലിലേക്ക് എത്തുകയാണ്. നെക്സ്റ്റ് പാർട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. ഡൈജസ്റ്റീവ് ജ്യൂസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലിവർ ആൻഡ് പാൻക്രിയാസ് റീച്ച് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ഹെൽപ്പ് ഇൻ ഡൈജഷൻ. അതായത് ലിവറിനകത്തും പാൻക്രിയാസിനകത്തും ഉണ്ടായ ദഹനരസങ്ങളൊക്കെ തന്നെ എങ്ങോട്ടേക്ക് എത്തും? ചെറുകുടലിലേക്ക് എത്തുകയും അത് ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു. Different carbohydrates of intestinal juice produced by small intestine convert complex carbohydrates into simple components like glucose, fructose and galactose. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ പാർട്ടിക്കിൾസായി മാറുമെന്ന് പറഞ്ഞില്ലേ? അത് എന്തിൻ്റെയൊക്കെ ഫോമിലാണ് മാറ്റപ്പെടുന്നത്? ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും ഗാലക്ടോസിൻ്റെയും ഫോമിലാണ് മാറുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിനെ ഇത്തരത്തിൽ ചെറിയ ഘടകങ്ങളാക്കാനായിട്ട് സഹായിക്കുന്നതാണ് ആര്? കാർബോഹൈഡ്രേറ്റ്സ്. പ്രീവിയസ് ക്ലാസ്സസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡൈജഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറിന് നല്ലൊരു ഭാഗവും കംപ്ലീറ്റ് ആവുന്നത് എവിടെയാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണെന്ന്. സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ഫുഡിൻ്റെ മാക്സിമം അബ്സോർപ്ഷൻ അഥവാ ആഗിരണം ശരീരത്തിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിച്ച ആഹാരത്തിലൂടെയുള്ള കാർബോഹൈഡ്രേറ്റിനെ ചെറു ഘടകങ്ങളാക്കി ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും ഗാലക്ടോസിൻ്റെയും രൂപത്തിലേക്ക് ആര് മാറ്റുന്നു? ചെറുകുടലിലുള്ള കാർബോഹൈഡ്രേറ്റ്സ്. അതേപോലെ തന്നെ നമ്മൾ കഴിച്ച ആഹാരത്തിലൂടെ എത്തപ്പെട്ട പ്രോട്ടീനിനെ പ്രോട്ടിയേസസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിൻ്റെ സഹായത്താൽ പ്രോട്ടീൻസിനെ അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്നു. അപ്പോൾ നമ്മൾ അറിയേണ്ടത് എന്താ അമിനോ ആസിഡ്സ് എന്ന്? നമ്മൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു മുത്തുമാലയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ മാലയാണ് പ്രോട്ടീൻ. അതിനുള്ള ഓരോ മുത്തുകളെയും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? അമിനോ ആസിഡ്സ് എന്ന് കണക്കാക്കാം. നമ്മൾ മുത്തുകൾ ചേർത്തല്ലേ മാല ഉണ്ടാക്കുന്നത്. അതായത് അമിനോ ആസിഡുകൾ ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നതെന്നർത്ഥം.
അപ്പോൾ സ്വാഭാവികമായിട്ട് ആ മാല പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മുത്തുകൾ സെപ്പറേറ്റ് ആക്കിക്കൂടെ? അതേപോലെ പ്രോട്ടീനെ വിഘടിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അമിനോ ആസിഡ്സ് കിട്ടും. അപ്പോൾ ചെറുകുടലിൽ വെച്ച് മാക്സിമം അബ്സോർപ്ഷൻ നടക്കുമെന്നും പറഞ്ഞു. ആ ടൈമിൽ പ്രോട്ടിയേസസ് ആണ് എന്തിനു സഹായിക്കുന്നത്? പ്രോട്ടീനെ അമിനോ ആസിഡ്സ് ആക്കി മാറ്റാൻ. അതേപോലെ ദ അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് വാട്ടർ, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് മെയിൻലി ടേക്സ് പ്ലേസ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. നമ്മുടെ ചെറുകുടലിൽ വെച്ചാണ് സിമ്പിളായിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെയും ജലത്തിൻ്റെയും വിറ്റാമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ ആഗിരണം നടക്കുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്നുള്ള പാർട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് വന്ന ആൾക്കാരൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീസസും ആണ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ത് ചെയ്യുന്നു? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് പോലുള്ള ചെറിയ ഘടകങ്ങളാക്കി മാറ്റുന്നു. പ്രോട്ടീസസ് എന്ത് ചെയ്യുന്നു? പ്രോട്ടീൻസിനെ അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്നു. ഇവിടെ വെച്ച് മാക്സിമം ന്യൂട്രിയൻസ് അബ്സോർപ്ഷനും ജലത്തിൻ്റെ അബ്സോർപ്ഷനും വാട്ടർ ആൻഡ് മിനറൽസും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ശേഷം ബാക്കി വരുന്ന ദഹിക്കാത്ത ആഹാരം, അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് സബ്സ്റ്റൻസ് എങ്ങോട്ടേക്ക് പോകും? വൻകുടലിലേക്ക് പോകും. നോക്കിക്കേ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, അൺഡൈജസ്റ്റഡ് ഫുഡ് സബ്സ്റ്റൻസസ് റീച്ച് ഹിയർ. ദഹിക്കാത്ത ആഹാര വസ്തുക്കൾ വൻകുടലിലേക്ക് എത്തുകയും ദ അബ്സോർപ്ഷൻ ഓഫ് റിമൈനിങ് വാട്ടർ ആൻഡ് സോൾട്ട് ഒക്കേഴ്സ് ഹിയർ. നമ്മുടെ ഈ ദഹിച്ചതിന് ശേഷം ബാക്കി വന്ന ഫുഡിനകത്ത് എന്തെങ്കിലും ജലാംശമോ അല്ലെങ്കിൽ സോൾട്ടിൻ്റെ കണ്ടൻറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ആഗിരണം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? വൻകുടലിൽ വെച്ചാണ്. നമ്മുടെ വൻകുടലിനകത്ത് കുറച്ച് ബാക്ടീരിയസ് ഉണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയകൾക്ക് എന്തിനുള്ള കഴിവുണ്ട്? വിറ്റാമിൻ കെയും ബി കോംപ്ലക്സും ഉൽപ്പാദിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. സർട്ടൻ ബാക്ടീരിയ ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ പ്രൊഡ്യൂസ് വിറ്റാമിൻ കെ ആൻഡ് ബി കോംപ്ലക്സ്. അതേപോലെ തന്നെ ക്യാരീസ് ഡൈജസ്റ്റീവ് വേസ്റ്റസ് ടു റെക്ടം ആൻഡ് എക്സ്പെൽ ത്രൂ ദ ഏനസ്. ഇപ്പോൾ ഡൈജഷൻ അഥവാ ദഹനം എന്ന പ്രോസസ്സ് കഴിഞ്ഞു. ശേഷം ഈ ബാക്കി വന്ന വേസ്റ്റ് മെറ്റീരിയലിനെ പുറന്തള്ളണ്ടേ? അപ്പോൾ അത് ഏതിലൂടെയാണ് പുറന്തള്ളുന്നത്? ഏനസ് അഥവാ മലദ്വാരം വഴി വേസ്റ്റ് മെറ്റീരിയൽ പുറന്തള്ളുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സെക്ഷൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. ബാലൻസ് പോർഷനുമായി അടുത്ത സെഷനിൽ കണ്ടുമുട്ടാം. താങ്ക് യു. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ എൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷനായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.